അടുക്കള ചിലവ് വീണ്ടും കൂടും. ഏതാണ്ട് 100 രൂപയ്ക്കടുത്ത് ഗ്യാസ് വില കൂട്ടാനാണ് പാചകവാതക കമ്പനികളുടെ തീരുമാനം. കഴിഞ്ഞ മാസം 14.2 കിലോ വരുന്ന സബ്സിഡി സിലിണ്ടറിന് 664 രൂപ 50 പൈസയായിരുന്നു വില. ഇത് 86.5 രൂപ കൂട്ടി 750 രൂപയാക്കി. വർദ്ധിപ്പിച്ച തുക പിന്നീട് ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തുമെന്നതിനാൽ വില വർധന സബ്സിഡിക്ക് അർഹതയുള്ളവരെ ബാധിക്കില്ല. അതേസമയം സബ്സിഡി ഇല്ലാത്ത സിലിണ്ടറിന് 674 രൂപ 50 പൈസയിൽ നിന്നും 90 രൂപ കൂട്ടി 764 രൂപ 50 പൈസയാക്കി. വാണിജ്യ സിലിണ്ടറുകളുടെ വില 19 കിലോയുടെ സിലിണ്ടറിന് 1239 രൂപ 50 പൈസയിൽ നിന്നും 1388 രൂപയാക്കി. സാധാരണക്കാരൻ്റെ ജീവിതവും സാധാരണക്കാരൻ്റെ രണ്ടറ്റവും കൂടെ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും അതിനിടയിൽ ഈ വലിയ രീതിയിലുള്ള വില വർധനവ് അത് വളരെയധികം ബാധിക്കും. വീട്ടിൻ്റെ ആവശ്യത്തിന് കൂട്ടുന്ന ഗ്യാസിന് കൂട്ടുന്നതും ഹോട്ടലിൻ്റെ ആവശ്യത്തിന് കൂട്ടുന്നതും രണ്ടും സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടും ഒരേപോലെ ബാധിക്കും. അരിക്ക് പുറമെ പാചകവാതക വിലയും കൂട്ടിയതോടെ വിലക്കയറ്റം രൂക്ഷമാകുമെന്നാണ് ആശങ്ക. വാണിജ്യ സിലിണ്ടറുകളുടെ വില കൂട്ടിയതോടെ ഹോട്ടൽ ഭക്ഷണ വില ഉയരാനുള്ള സാധ്യതയുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.